ഹലോ ഫ്രണ്ട്സ്, ഒരു മാസ്മരിക അപ്ഡേറ്റ്സ് ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ദളപതി 60 വരുമുണ്ട്, അതുപോലെ ഗോട്ടിൻ്റെ 2 വരുമുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് നിങ്ങൾ എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന സെക്കൻഡ് ചാനൽ കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യ അപ്ഡേറ്റ് ഗോട്ടിൽ ഒരു വലിയ ക്യാമിയോ റോൾ വരുന്നതിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. ഒരു നടിയാണ് ഗോട്ടിൽ ക്യാമിയോ റോൾ വരുന്നത് എന്നാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. അത് ആരാണെന്ന് ചോദിച്ചാൽ തൃശ്ശയാണ് ഗോട്ടിൽ ഒരു ക്ലൈമാക്സ് ഒരു ക്യാമിയോ റോൾ ആയിട്ട് വരുന്നത് എന്നാണ് അപ്ഡേറ്റ്. മാത്രമല്ല തൃശ്ശയ്ക്ക് വേണ്ടിയുള്ള ഒരു സോങ് കൂടിയും ഗോട്ട് പടത്തിലുണ്ട്. അത്രേ ലിയോ കഴിഞ്ഞതും വിജയ് തൃശ്ശക്കൊപ്പം പടം വരാൻ പോവുകയാണ്. അതാണ് ഗോട്ട് ക്യാമിയോ റോളാണെന്ന് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് അപ്ഡേറ്റ് ഗോട്ടിൻ്റെ ഒരു സ്റ്റോറി പ്ലോട്ട് അപ്ഡേറ്റ് ആണ്. ലേറ്റസ്റ്റ് റൂമർ പ്രകാരമാണ് ഈ അപ്ഡേറ്റ് വന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ വിജയ്ക്ക് ഡബിൾ റോൾ ആണല്ലോ. രണ്ടെണ്ണത്തിന് ഒരു വിജയ് നല്ലവനും മറ്റേ വിജയ് വില്ലനുമാണ്. ഈ കഥയിൽ വില്ലൻ ഹീറോ രണ്ടും വിജയാണത്രേ. ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ളൊരു വാർ തന്നെയാണ് ഗോട്ടിൽ കൂടുതലായി ഫോക്കസ് ചെയ്യുന്ന കണ്ടന്റ് അത്രേ. നല്ലൊരു വിവരമാണ്. പക്ഷേ ക്ലീശേ കണ്ടന്റ് ആണെങ്കിലും അതിൽ സൈഫ് ചെയ്യുന്ന സംഭവം ഉള്ളതുകൊണ്ട് ഈ കണ്ടന്റ് പുതുമയായിട്ട് തോന്നാനും ചാൻസ് ഉണ്ട്. അതുപോലെ ഗോട്ട് അപ്ഡേറ്റ് ഉടൻ വരുമെന്ന് ഇപ്പോൾ പ്രൊഡ്യൂസർ ഒഫീഷ്യലായി തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു ദളപതി ഫോൺ അപ്ഡേറ്റ് പറഞ്ഞപ്പോൾ സൂൺ എന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസർ ഇപ്പോൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ മാസം അപ്ഡേറ്റ് ഉണ്ട് തന്നെയാണ് തോന്നുന്നത്. കാത്തിരുന്ന് നോക്കാം. ലാസ്റ്റ് അപ്ഡേറ്റ് അങ്ങനെ ഫൈനലി ദളപതി 69 വിജയ് ലോക്ക് ചെയ്തത്രേ. കടുത്ത മത്സരത്തിന് ശേഷം അവസാനം കൺഫേം ആക്കി വിജയ്. എന്നാൽ ആരാണ് ഡയറക്ടർ എന്നുള്ള വിവരം പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇനി ഉടനെ അപ്ഡേറ്റ് എക്സ്പെക്ട് ചെയ്യാമത്രേ. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡയറക്ടറായാൽ മതി, അത്രയേ ഉള്ളൂ. ഇനി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേറെ വല്ല ഡയറക്ടർമാരും ചൂസ് ചെയ്തോന്ന് അറിയത്തില്ല. എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നത് വരെ നമുക്ക് കാത്തിരുന്നേ പറ്റത്തുള്ളൂ. എന്തായാലും ഒന്ന് പറയാൻ വരുന്നത് നല്ലതായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. പിന്നെ സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും ഓണാക്കിയാൽ കൊള്ളായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.